UDF RMP സ്ഥാനാർത്ഥി കെ രമയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിച്ചു. വടകര പുതിയ സ്റ്റാൻഡിൽ ആരംഭിച്ച റോഡ് ഷോയിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. സുരക്ഷിതമാണെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുക ഒരു പോരാട്ട പ്രവാഹം കണക്ക് അക്ഷരാർത്ഥത്തിൽ വടകര പട്ടണത്തെ പ്രബന്ധനം കുറിച്ചുകൊണ്ട് വടകര പട്ടണം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജന താപര്യം കൊണ്ട് ശ്രദ്ധേയമായി ജനനിമിതവും പ്രൗഢവും പൂരവും പ്രൗഢോത്സവമായ കേരളയുടെ റോഡ് ഷോ ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ആപാലപരം ജനങ്ങളുടെയും ആശീർവാദങ്ങളും ഭൂചന്തുകളും തീരുമാനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇരുപത് കടന്നു വരുന്നതാണ് പ്രിയപ്പെട്ടവര്. ദീനനല്ലവൻ കുറ്റമേറി എന്ത് മുതിർക്കുവാൻ പറഞ്ഞിരിക്കുന്നവൻ
വിജയം സുരക്ഷിതമാണെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുക ഒരു പോരാട്ട പ്രവാഹം കടക്കെ അക്ഷരാർത്ഥത്തിൽ വടകര പട്ടണത്തെ പ്രബന്ധനം കുറിച്ചുകൊണ്ട് വടകര പട്ടണം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജനപാപത്യം കൊണ്ട് ശ്രദ്ധേയമായി ജനനിമിതവും പ്രൗഢവും പൂരവും പ്രൗഢോത്സവമായ കേൾക്കരവിയുടെ ലക്ഷ്യ ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ആപാലവരണം ജനങ്ങളുടെയും ആശീർവാദങ്ങളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതിന് കടന്നു വരുന്നതാണ് പ്രിയപ്പെട്ടവരെ. ദീനനല്ലവൻ കുറ്റമേറി എന്ത് നിൽക്കുക പറഞ്ഞിരിക്കുന്നവൻ അഭിവന്ദ്യ തിരുമേനിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കേരളത്തിൽ CJP ആണ്, BJP CPM ഡീല് സംഭവിക്കുന്നു എന്ന് തിരുമേനി പറയാൻ. പല കാര്യങ്ങളിലും ഗവൺമെന്റിന്റെ ചെയ്തികൾക്കൊപ്പം നിന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള കൂർലോസ് തിരുമേനിക്ക് പോലും അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വരുന്നത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ബോധ്യമാണ്. നിങ്ങൾ സുധാകരനെ ചെറ്റത്തരമെന്ന് പറയുമ്പോൾ CC മുകുന്ദൻ എന്ന് പറയുന്ന സിറ്റിംഗ് LDF-ന്റെ MLA BJP-യിലേക്ക് പോയി മത്സരിക്കുന്നതിനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറല്ല. വൈക്കത്തെ അജിത്ത് എന്ന് പറയുന്ന പഴയ MLA BJP-യിൽ ചേർന്ന് മത്സരിക്കുന്നതിനെ വിമർശിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറല്ല. S രാജേന്ദ്രൻ CPM വിട്ട് പഴയ MLA BJP-ക്കൊപ്പം ചേരുമ്പോൾ വിമർശിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറല്ല. BJP-യിൽ ചേരാതെ പാർട്ടി നയങ്ങൾ തിരുത്തണമെന്ന് മാത്രം പറഞ്ഞ് സ്വതന്ത്രമായി മത്സരിക്കുന്ന സുധാകരന്റെ നടപടി നിങ്ങൾക്ക് ചെറ്റത്തരമായി അനുഭവപ്പെടുകയും BJP-യിലേക്ക് പോകുന്നതിനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തിരുമേനിക്ക് പോലും നിങ്ങൾ ഉണ്ടാക്കുന്ന ഡീലിനെ സംബന്ധിച്ച് സന്ദേഹങ്ങൾ ഉയരുമ്പോ വടകര ഉയർത്തെഴുന്നേറ്റ് ഒരേ സ്വരത്തിൽ പറയണം, അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ കള്ള ഡീലുകളെയും തകർത്ത് ഉജ്ജ്വല വിജയം ഈ വടകരയുടെ മണ്ണിൽ നമ്മൾ സാധ്യമാക്കുമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരുന്നത്. ഒരു പ്രതിപക്ഷ MLA-ക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി KK രമ എന്ന MLA വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വരുന്നത് UDF-ന്റെ ഗവൺമെന്റ് ആണെങ്കിൽ വടകരയുടെ വികസന ചരിത്രം തിരുത്തി എഴുതുന്ന 5 വർഷമാണ് അടുത്തത് വരാനുള്ളത്. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അത് ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു.
ആ വികസന പ്രശ്നങ്ങളിൽ പതിറ്റാണ്ടുകൾ അടക്കി ഭരിച്ചിട്ടും ജനങ്ങൾക്ക് വേണ്ടത് ഡെലിവർ ചെയ്യാൻ കഴിയാതെ പോയ ഒരു സംവിധാനം, നോക്കുകുത്തിയായ ഒരു സംവിധാനം അവിടെ നിൽക്കുമ്പോ, അത് CPM പ്രവർത്തകർക്ക് പോലും നിരാശ ഉണ്ടാക്കുമ്പോ അതിനെ തിരുത്തുന്ന ഇടപെടലുകൾ, അത് ഗ്രൗണ്ട് ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും, സ്റ്റേഡിയം ആണെങ്കിലും മറ്റനേക വികസന കാര്യങ്ങളാണെങ്കിലും, കർഷകന്റെ പ്രശ്നങ്ങളാണെങ്കിലും, വ്യാപാരിയുടെ പ്രശ്നങ്ങളാണെങ്കിലും, വ്യവസായിയുടെ പ്രശ്നങ്ങളാണെങ്കിലും, ഗതാഗതത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിലും, അടിസ്ഥാന വികസന പ്രശ്നങ്ങളാണെങ്കിലും, തീരദേശത്തെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളാണെങ്കിലും നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ. അടുത്തത് UDF ഗവൺമെന്റ് ആണെങ്കിൽ അത് വടകരക്ക് നല്ല കാലമായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുന്നേ നടക്കാൻ ഈ MLA വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരുന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. തെരഞ്ഞെടുപ്പിന് ഘട്ടം 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 കടന്നൊന്നില്ല. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ പ്രസംഗിക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, വീണ്ടും വോട്ട് ചോദിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നു. പര്യടനം അന്ന് തീരുമാനിച്ചിട്ടില്ല. കൺവെൻഷൻ കഴിഞ്ഞ ശേഷം നിയോജകമണ്ഡലം കൺവെൻഷനുകളിലേക്ക് പിറ്റേ ദിവസം മുതൽ പോവാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയായിരുന്നു. ഇന്ന് കണ്ണടച്ച് തുറങ്ങുന്നതിന് മുമ്പ് ദിവസങ്ങൾ തീരുകയാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീരുകയാണ്. നമ്മുടെ മുമ്പിൽ സമയമില്ല. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും നടത്തുന്ന ഒരു എക്സസൈസ് മാത്രമായി മാറാൻ പാടില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ മുന്നിൽ നിൽക്കണം, നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ മത്സരിക്കുന്നത് പോലെ, നമ്മൾ മത്സരിക്കുന്നത് പോലെ നമുക്കിതിന്റെ മുമ്പിൽ നിൽക്കണം. കാരണം മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. 15 ദിവസം കൊണ്ട് നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നത് കേരളത്തിന്റെ പുതുയുഗ ചരിത്രമാണെങ്കിൽ, 15 ദിവസം കൊണ്ട് നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നത് ഈ ദുർഭരണത്തിന് ഒരു അറുതിയാണെങ്കിൽ, ആ അറുതിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥിയിലേക്കോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്കോ ഒതുങ്ങരുത്. വീടുകളിലേക്ക് ഇറങ്ങണം. നാളെ മുതൽ വീടുകളിലേക്ക് UDFന്റെ RMPയുടെ പ്രവർത്തകരെത്തണം. ഈ നാടിന്റെ വിജയ ഗോൾ ഫുട്ബോൾ ചിഹ്നത്തിൽ രേഖപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളിലേക്ക് ആവർത്തിച്ചെത്താൻ മുമ്പിൽ കിട്ടുന്ന ഒരു മണിക്കൂറും നിങ്ങൾ കളയാതെ ശ്രമിക്കണം. ഗവൺമെന്റിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് പറയണം. ഒരു കവല തിരിയുമ്പോൾ 4 ഓർഡിനൻസിൽ 3 തന്റെ പടം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അതിൽ വീണുപോയിരിക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന പിണറായി 3.0 ആ ഒരൊറ്റ പോയിന്റ് മതി 100 സീറ്റോടെ UDF കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഫ്ലെക്സ് വെക്കാൻ കൊടുക്കുന്ന പണത്തിന്റെ 1000-1 സ്വന്തം വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരിയുടെ ചികിത്സക്ക് കൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു ഭരണകൂടത്തോട്, ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെച്ച കത്രിക 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തെടുത്തിട്ട് ഇനി 3ാമതും സർക്കാർ വരുമെന്ന് പറയുന്നവനെ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ, അയ്യന്റെ സ്വത്ത് കവർന്നിട്ട് അയ്യനെ പോലും വെറുതെ വിടില്ലെന്ന് സുപ്രീം കോടതി ഈ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് അഴിമതി അത് അവകാശമാക്കി മാറ്റിയ ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ എഴുന്നേറ്റ് BJP-കാരൻ പറയുന്നതിനേക്കാളും വർഗീയത ഈ മണ്ണിൽ പറയാൻ ശ്രമിക്കുമ്പോ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പേര് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അംഗമല്ല, യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ അംഗമല്ല, ശ്രീ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോ അതൊന്ന് തിരുത്താൻ പോലും തയ്യാറാവാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണത്തോടും അധികാരത്തോടും മാത്രം താല്പര്യമുള്ളവരായി മാറുമ്പോൾ, TK ഗോവിന്ദനെ പോലെ തളിപ്പറമ്പിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു, കുഞ്ഞികൃഷ്ണനെ പോലെ പയ്യന്നൂരിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു, പാലക്കാട്ട് കമ്മ്യൂണിസ്റ്റുകൾ പുറത്തിറങ്ങുന്നു, അമ്പലപ്പുഴയിൽ G സുധാകരൻ പുറത്തിറങ്ങുന്നു, ഐഷ പോറ്റ് പുറത്തിറങ്ങുന്നു. നിങ്ങളുടെ കടന്നൽ കൂട്ടത്തിന്റെ നേതാവായിരുന്ന PV അൻവർ പോലും നിങ്ങളെ വിട്ടിട്ട് ബേപ്പൂരിൽ UDF-നൊപ്പം ചേർന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോ അറിയണം, ജനങ്ങൾ മാത്രമല്ല ഇന്നോവ തിരിയുമെന്ന പേടി ഉള്ളത് കൊണ്ട് മാത്രം പുറത്തിറങ്ങാതിരിക്കുന്ന ആളുകൾ അവരും അവരുടെ വോട്ടവകാശം ഉപയോഗിക്കുമ്പോ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലൊരു തിരിച്ചുവരവ് അത് കേരളത്തിൽ സാധ്യമാകുമെന്നൊരു ഉറപ്പാണ്. ആ ഉറപ്പിനൊപ്പം നിൽക്കാനാണ് വടകര ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത്. ആ ഉറപ്പിന് മുന്നിൽ നടക്കാനാണ് വടകര ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, UDF അധികാരത്തിൽ വന്നാൽ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇതിനകം തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഞാൻ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്
നിങ്ങളെല്ലാവരെയും ആയിരക്കണക്കിന് ആളുകളെ കോഴിക്കോട്ടെ കടപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. കടപ്പുറത്തിന്റെ അപ്പുറത്ത് കടല് തിരമാലകൾ ഇരമ്പം തീർക്കുമ്പോ ഇപ്പുറത്തൊരു മനുഷ്യ കടല് UDF തീർക്കാൻ പോവുകയാണ്. അവിടേക്ക് നിങ്ങൾ കടന്നു വരണം. മതേതര ഇന്ത്യയുടെ നായകൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിക്ക് വേണ്ടി നമ്മുടെ ഗ്യാരണ്ടികൾ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേരുന്നു. ഉറപ്പും വാക്കും കൊടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. സ്വന്തം യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി KSRTC ബസ്സിന് ഉപയോഗിക്കുന്ന ഓരോ സാധാരണ സ്ത്രീക്കും ഇനി നെഞ്ചിൽ കൈവച്ച് പറയാം, വരുന്നത് UDF എങ്കിൽ 10 ചില്ലി കാശ് കൊടുക്കാതെ കേരളത്തിന്റെ KSRTCയിൽ ഇവിടുത്തെ വനിതകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഐക്യജനാധിപത്യ മുന്നണി ഉറപ്പ് കൊടുക്കുന്നു. ആസ്പത്രികളിലേക്ക് കടന്നു പോകുമ്പോൾ ചികിത്സക്ക് കൊടുക്കേണ്ട പണമില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന പാവങ്ങൾ, വായ്പ എടുക്കേണ്ടി വരുന്ന പാവങ്ങൾ, വീട് പണയം വെക്കേണ്ടി വരുന്ന പാവങ്ങൾ, കടം മേടിക്കേണ്ടി വരുന്ന പാവങ്ങൾ, ഉള്ള മാല പെറുക്കി വിറ്റ് കടം വീട്ടാൻ ശ്രമിക്കുന്ന പാവങ്ങൾ, ആ പാവങ്ങൾക്ക് UDF കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ അത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ UDFന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. പെൺകുട്ടികളെ കോളേജുകളിലേക്ക് അയക്കുമ്പോ അവര് വളരണം, വലുതാവണമെന്ന് സ്വപ്നം കാണുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കൾ അവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ കൈനീട്ടാതെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ എല്ലാ മാസവും വെച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരാനിരിക്കുന്നു. നമ്മളെ കാത്തവർ, നമ്മളെ നോക്കിയവർ, നമ്മളെ വളർത്തിയവർ, നമ്മളെ വലുതാക്കിയവർ, അവരുടെ മുഖത്ത് ചിരി പടരാൻ, അവരുടെ കൈകളിലേക്ക് മാസം പെൻഷൻ 3000 രൂപ എത്തിച്ചു കൊടുക്കാൻ UDFന്റെ ഗവൺമെന്റ് വരുമ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അവർക്കുള്ള പ്രത്യേക വകുപ്പ് സ്വീകരിച്ച് ആ വകുപ്പ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ UDF കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. നാട്ടിലെ ചെറുപ്പക്കാരൻ നാട്ടിൽ നിൽക്കാൻ പ്രയാസപ്പെട്ട് പ്രവാസ ലോകത്ത് പോകുമ്പോ ഇന്നും ബഹ്റൈനിൽ നിന്ന് കോൾ വരികയാണ്. അവർക്ക് നാട്ടിലേക്ക് വരാൻ മാർഗങ്ങളില്ല, അവർക്കൊരു ടിക്കറ്റ് എടുക്കാൻ ഫ്ലൈറ്റുകളില്ല. അവിടെ യുദ്ധത്തിന്റെ ആശങ്ക അത് കൊടുമ്പിരി കൊള്ളുമ്പോ നാട്ടിലെ കുടുംബത്തെ ഓർത്തൊന്ന് തിരികെ വരാൻ ഓപ്ഷൻ പോലും ഇല്ലാതെ താങ്ങാൻ കഴിയാത്ത നിരക്കിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന GCCയിലെ നമ്മുടെ സഹോദരങ്ങൾ, അവിടുന്ന് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള, ദുബായ് ഉൾപ്പെടെയുള്ള, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ നമ്മളെ വിളിക്കുമ്പോ, കുവൈത്ത് ഉൾപ്പെടെ, അതുപോലെ തന്നെ മസ്കറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവരും വലിയ ആശങ്കയോടെ നാളെ എന്താകുമെന്ന് അറിയാതെ കഴിയുമ്പോ, സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾ ആശങ്ക പറയുമ്പോ എനിക്ക് അത് വേണ്ട, അവിടെ പോകുന്നത് തെറ്റല്ല, പോകേണ്ടവർ പോകണം, കുടുംബം നോക്കണം, നാട് നോക്കണം. എന്നാലും ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിൽക്കാൻ തോന്നിയാൽ, അവനൊരു സംരംഭത്തിന് ഒരു ആശയമുണ്ടെങ്കിൽ അവനിൽ നിന്ന് പലിശ ഈടാക്കാതെ, അല്ലെങ്കിൽ അവളിൽ നിന്ന് പലിശ ഈടാക്കാതെ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ ആ ചെറുപ്പക്കാരുടെ കൈകളിൽ വെച്ചു കൊടുത്ത് നാട്ടിൽ നിന്നാലും രക്ഷപ്പെടാൻ അവസരം ഒരുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുമ്പോ അത് കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമാക്കുന്നവരുടെ പട്ടികയിൽ ആരുണ്ടായി എന്ന് ചോദിച്ചാൽ വടകരയ്ക്കൊരു ഉത്തരം വേണം. ഞങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടി അവിടെ കൈവന്തിക്കാൻ KK രമ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായി എന്നുള്ളത് വടകര ഒരേ സ്വരത്തോടെ പറയണം. അതിനുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഇത് KK രമയും ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയും തമ്മിൽ നടത്തുന്ന മത്സരമല്ല. ഈ മത്സരം കേരളത്തിലെ സർക്കാരിനെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തുന്ന പോരാട്ടമാണ്. അവര് ജനങ്ങളോട് പറയുന്നു ഒന്നായി തുടരാം, അവരോട് ജനങ്ങൾ പറയുന്നു രണ്ടായി പിളരാം. അതാണ് കേരളത്തിൽ നടപ്പിലാവാൻ പോകുന്നത്. അതിന് വടകര മുമ്പിൽ നടക്കണം. നടത്തുവോ? നടക്കുവോ? ഉറപ്പാണോ? വാക്കാണോ? നിങ്ങൾ ഏറ്റെടുക്കണം തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ഏറ്റെടുക്കുവോ തെരഞ്ഞെടുപ്പ്? ഞാൻ പറയുന്നു, ഈ സീൻ എനിക്ക് പരിചിതമാണ്. ഈ സീൻ ഞാൻ നേരത്തെ കണ്ടതാണ്. അത് 2024 ആണെങ്കിൽ 24-നെ മറികടക്കുന്ന 2026 നിങ്ങൾ സാധ്യമാക്കി തരണം. എന്നിട്ട് ഇവര് നിയമസഭയിലൊക്കെ പോയി നിൽക്കുമ്പോ അതിന്റെ ഗാലറിയിലൊക്കെ ഒന്ന് പോയിരുന്നിട്ട് രാഷ്ട്രീയമായിട്ട് എനിക്കും പറയണം, ഞാനും അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ MCK എനിക്ക് ഒരു അവസരം തരണം. തരുമോ? എന്നെ ഗാലറിയിലൊക്കെ കയറ്റണേ MLA. നിങ്ങൾ പറയണം, കയറ്റാ റെക്കമെൻഡ് ചെയ്യോ? പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. കൗൺസിലർമാര്, പഞ്ചായത്ത് മെമ്പർമാർ, ഇപ്പൊ കോട്ടയം രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നം കൊണ്ടാണ് എന്റെ സമാധാനം പോയി. ഒരു രക്ഷയില്ല. അതിന് ഫണ്ട്, ഇതിന് ഫണ്ട് എന്ന് വെച്ചാൽ MP ആണെങ്കിൽ ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു ദരിദ്രനാണ്. ആകെ 5 മുനിസിപ്പാലിറ്റി, 52 പഞ്ചായത്തുള്ള 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5 കോടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ തീരദേശത്ത് അനുവദിച്ച ബോട്ടിന് തന്നെ ഡ്രൈവർക്കും എണ്ണടിക്കാനും പൈസ തരില്ല എന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും പെൻഡിങ്ങിലായി നിൽക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
കുറച്ച് ഫണ്ടൊക്കെ കൊടുക്കാൻ നമ്മുടെ ഒരു ഗവൺമെൻറ് വന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ MLA ആ ഗവൺമെൻറ്റിൽ സുപ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു അവസരമായിട്ട് മാറും. ഇപ്പം ഷെഹിനെ പോലുള്ള ആളുകൾ ജില്ലാത്തോടെ നേരത്തെ ഇരിക്കുന്നപ്പുറത്തായിരുന്നല്ലോ, ഷെഹിനെ പോലുള്ള ആളുകൾ ജില്ലാ പഞ്ചായത്തിലെ ഒരു പ്രസൻസും കൂടെ നമുക്ക് വരുന്നതൊക്കെ വലിയ കരുത്താണ്. ഇതിന്മാശ ചെറിയൊരു വ്യത്യാസത്തിന് അത് നമ്മൾ അടുത്ത തവണ എല്ലാ കുറവും തീർത്ത് തിരിച്ചു പിടിക്കുന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അപ്പോൾ ഇവരെ പോലുള്ള ആളുകളൊക്കെ ജയിച്ചു വന്ന ജനങ്ങളോട് നമ്മൾ പറയുന്ന വാക്ക് നമുക്ക് പാലിക്കാൻ പറ്റും. അത് പാലിക്കാൻ നിങ്ങൾ വിചാരിച്ച കഴിയും. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. ഇന്ന് 23 ഇനിയിപ്പോൾ ഈ മാസം ഉള്ളത് ആകെ 7 ദിവസം, 8ാമത്തെ ദിവസം ഈ മാസം കഴിഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പ് 9-നാണ്. തെരഞ്ഞെടുപ്പ് 9 എന്ന് പറഞ്ഞാൽ 8-ന് നിശബ്ദ പ്രചരണം, 1 ദിവസം കുറഞ്ഞു. 7-ന് കലാശക്കൊട്ട് അല്ലെങ്കിൽ അവസാനത്തടെ 4-5 മണി വരെ അടുത്ത ദിവസം കുറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് എന്താ? ആ മാസത്തിൽ 6 ദിവസം, ഈ മാസത്തിൽ 8 ദിവസം, 14 ദിവസം കൊണ്ട് അടുത്ത 5 വർഷത്തെ കേരളം ആരാണ് ഭരിക്കുന്ന തീരുമാനിക്കുക. എവിടെ നമുക്ക് കളയാൻ സമയം? സ്ഥാനാർത്ഥി പര്യടനം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, കൺവെൻഷൻ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നിങ്ങൾ വീടുകളിലേക്ക് എത്തണം. നാളെ മുതൽ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോടും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളോടും പറയുന്നു, കൺവെൻഷനും മറ്റ് തുടർ നടപടിക്രമങ്ങൾക്കും കാത്തു നിൽക്കരുത്. ഇതൊരു സ്റ്റാൻഡിംഗ് ഡയറക്ഷനായിട്ട് UDF RMP നേതൃത്വത്തിന്റെ അനുമതിയോടെ ഞാൻ പ്രഖ്യാപിച്ചോട്ടെ. എല്ലാവരോടും, ഇടിക മൂസ വക്കീലെ, MCK എല്ലാവരോടും അതാജി വേണോട്ട, നാളെ വൈകുന്നേരത്തോടു കൂടി സജീവമായി വീടുകളിലേക്ക് UDFന്റെ പ്രചരണവുമായി ഈ കരുത്ത് മാറണം എന്നുള്ളത് അതൊന്ന് കൈയടിച്ച് പാസ്സാക്കി തരും നിങ്ങൾ എല്ലാവരും. ആ കൈയടിച്ചവരൊക്കെ വീട്ടിലേക്ക് ഇറങ്ങണേ. നിങ്ങളെല്ലാവരും ഇറങ്ങണം. അല്ല, ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയമില്ല. ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം. തെരഞ്ഞെടുപ്പിന് സമയമില്ല. നമുക്ക് ചേച്ചി സമയമുണ്ടോ? ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ ചെയ്യാൻ കാത്തുന്ന, എല്ലായിടത്തും സ്ഥാനാർത്ഥി വരട്ടെ എന്നിട്ട് വർക്ക് നടത്താൻ കാത്തുന്ന ഇല്ല. സ്ഥാനാർത്ഥി ഇവിടെ MLA ആയിരുന്നു, എവിടെയും പോയിട്ടില്ല, ഫുൾ ടൈം ഇവിടെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി നിങ്ങൾ ഏറ്റെടുക്കുക തെരഞ്ഞെടുപ്പ്. നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, നമ്മളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ഗതിയിൽ ഏറ്റെടുക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവണം. അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റണം. മൂക്കും തലയും കൊട്ടിയും ചോരയും പാലൊക്കെ ഓർമ്മയുണ്ട്. അതിനൊന്നും വേറെ ആരുടെയും ചോര വീണ് കാണാൻ താല്പര്യമില്ല. പക്ഷെ MLA-മാർ UDFന്റെ ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് കൈകൂപ്പിക്കൊണ്ട് വിനീതമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച അത്ര നേരം വൈകാതെ ഞാൻ കൃത്യസമയത്ത് വന്നതിന് വടകര അസംബ്ലി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട മുനീർ സാഹിബ് നാളെ വൈകുന്നേരം 5:30 മണിക്ക് അടക്കാത്തൊരു കോഫി ഹൗസിന്റെ പിറകുവശത്താണ് ഓഫീസ് ഉദ്ഘാടനം. അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം എത്തണം. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട്ടേക്ക് എത്തുമോ? അല്ല, എത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യുമോ? സ്ഥാനാർത്ഥിയൊക്കെ വരണം, രാഹുൽ ഗാന്ധിയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും 25-ാം തീയതി വൈകുന്നേരം നിങ്ങളെല്ലാവരും വലിയ മഹാറാലി, അതൊന്ന് UDFന്റെ കമ്മിറ്റി കൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യ സാഗരം തീർക്കുമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാവാൻ വടകരക്കാർ തരണം, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്, എന്നെ ക്ഷീണിപ്പിക്കരുത്. എല്ലാവരും അവിടെ എത്തണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.